നമ്മുടെ ഭാരത സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് POK അഥവാ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിന്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞതാണ് POK ഉടൻ തന്നെ ഇന്ത്യയുടെ ഒരു ഭാഗമാകുമെന്ന്. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ POKയിൽ അടിയുടെ ഒരു പൂരമാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ജയശങ്കറെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞ ബുദ്ധിയാണ്. എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്തു വച്ചിട്ടായിരിക്കും പുള്ളി പറയുന്നത്, പറഞ്ഞ് തീരുമ്പോഴത്തേക്കായിരിക്കും അവിടെ ഒരു അടി തന്നെ തുടങ്ങി അത് നേരെ ഇന്ത്യയിലേക്ക് വന്ന് ചേരുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതാണ് ഈ മോദി സർക്കാരിന്റെ ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് പറഞ്ഞു വരുന്നത്, ജൂൺ മാസം മുതൽ ആരംഭിച്ച പ്രതിഷേധം ഇന്ന് പാക് അധീന കാശ്മീരിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പാക് അധീന കാശ്മീരിനോടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ നിസ്സഹരണവും അവഗണനയും പ്രാതിനിധ്യത്തിലുള്ള തർക്കങ്ങളുമാണ് പ്രതിഷേധങ്ങൾക്ക് ശക്തി പകരുന്നത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇന്ന് പാക് സർക്കാരിന് ഒരു സ്ഥിരം തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇതിനിടെയാണ് പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും വേണ്ടി വന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയെ സമീപിക്കുമെന്ന് പ്രതിഷേധക്കാർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്നും ഏതെങ്കിലും ഒരു അജ്ഞാതർ POKയിൽ താമസിക്കുന്നവർക്ക് നിങ്ങളെ നമ്മൾ സഹായിക്കാം, ഭാരതം സഹായിക്കാം എന്നുള്ള എന്തെങ്കിലും ചെറിയൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് POK പാകിസ്ഥാന്റേതല്ല, അത് ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയെ സമീപിക്കുമെന്ന് POKയിലെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്, പ്രതിഷേധക്കാർ ഒന്നടക്കം പറയുന്നത്. ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് POKയിൽ പ്രതിഷേധക്കാരും വേണ്ടി വന്നാൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് പ്രതിഷേധക്കാരുടെ നേതാവായ സർദാർ അമൻ ഖാൻ പറഞ്ഞത്. ഇതോടെ POKയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ബലൂച്ച് മേഖലയിലെ വിമതശല്യം ശക്തമാകുന്നതിനിടെ POKയും ഇസ്ലാമാബാദിന് വലിയ തലവേദനയാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ഓരോ സമയത്തും ഈ ബലൂച്ചുകൾ പാകിസ്ഥാനിൽ കയറി അടിച്ച് തകർക്കുകയാണ്. കാരണം ഒരിടത്ത് പാകിസ്ഥാനിൽ ബലൂച്ചുകളുടെ ആക്രമണം നടത്തുമ്പോൾ മറ്റേ ഭാഗത്ത് നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുന്നു. ഇന്ന് തന്നെ പാകിസ്ഥാനിലെ ISI ക്യാമ്പിന് നേരെ അഫ്ഗാനിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണമാണ് നടത്തിവെച്ചത്. കഴിഞ്ഞ ദിവസം പാക് അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ടിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് തങ്ങളുടെ പ്രദേശം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ലെന്ന് സർദാർ അമർ ഖാൻ അവകാശപ്പെട്ടത്. ഒപ്പം ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ ഒരു ഇടപെടലിനുള്ള സാധ്യത തേടുമെന്ന് അദ്ദേഹം പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭരണം, സാമ്പത്തിക ബുദ്ധിമുട്ട്, പണപ്പെരുപ്പം, ഭരണകൂട അടിച്ചമർത്തൽ, ഭരണപരമായ അവഗണന, സർക്കാരിലെ പ്രാതിനിധ്യം എന്നിങ്ങനെയുള്ള പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആശങ്കകൾ അത് പരിഹരിക്കപ്പെടുന്നില്ലെന്ന് നിരന്തരമുള്ള പരാതികളിൽ നിന്നാണ് പ്രതിഷേധം രൂപപ്പെട്ടത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമത്തിനിടെ ഇതിനകം 20ഓളം പേരാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജൂൺ 5 മുതൽ പാകിസ്ഥാൻ സർക്കാർ ഈ POKയിലെ ഇന്റർനെറ്റ് ബന്ധം പൂർണ്ണമായി തന്നെ വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ പാകിസ്ഥാൻ അധികൃതർ ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് ആവശ്യ വസ്തുക്കളുടെയും വിതരണത്തിൽ 2 ആഴ്ചത്തെ ഉപരോധമാണ് POKയിലെ ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയത്. അതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം പാകിസ്ഥാന് നേരെ ശക്തി പ്രാപിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി. അതേസമയം ജൂൺ 9 മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രതിഷേധക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഭക്ഷണത്തിനും മറ്റ് ആവശ്യ വസ്തുക്കൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടർന്നാൽ മേഖലയിലെ ജനങ്ങൾ സഹായത്തിനായി ഇന്ത്യയിലേക്ക് നോക്കുമെന്നും സർദാർ അമൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവുമെന്നും ഇസ്ലാമാബാദിന് മേൽ കടുത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് സർദാർ അമൻ ഖാൻ കൂട്ടിച്ചേർക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ജനങ്ങൾ നിരസിക്കുകയാണെന്നും ഒരു സ്വച്ഛാധിപതിയെയും തങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അതായത് കൃത്യമായ രീതിയിൽ ഇന്ത്യ എന്തോ ഒരു പദ്ധതി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജയശങ്കർ ഒരു കാര്യം പറഞ്ഞത്, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന് പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. ആ സ്പോട്ടിൽ തന്നെ POKയിൽ പ്രതിഷേധക്കാരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, സമരം, ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് പാകിസ്ഥാന് കടുത്ത തലവേദന തന്നെയാണ്. കാരണം ഒരു സ്ഥലത്ത് ബലൂച്ചികൾ പാകിസ്ഥാനിലെ ISI ക്യാമ്പുകൾക്ക് നേരെയും അവരുടെ തീവ്രവാദ സംഘടനകൾക്ക് നേരെയും ശക്തമായി തന്നെ അടിക്കുന്നു. ബലൂച്ചികൾ കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കൂടാതെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ടീമുണ്ട്, അവിടെ അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഒരു സ്ഥലത്ത് നിന്നും പാകിസ്ഥാനെ അടിക്കുന്നു. ഫ്രണ്ടിൽ ഈ പാക് അധിനിവേശ കാശ്മീരിലെ പ്രതിഷേധക്കാർ പാകിസ്ഥാന് നേരെ എന്തും ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരു നീക്കത്തിലേക്ക് നിൽക്കുന്നു. അതായത് 3 സ്ഥലത്തു നിന്നുമുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ തലവേദന എടുത്ത് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തി നിൽക്കുകയാണ്.